പ്രത്യയശാസ്ത്രപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും MP പരമേശ്വരൻ അവസാനം വരെയും ഇടത് സഹയാത്രികനായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ ആശയങ്ങളും പുസ്തകങ്ങളും ഇപ്പോഴും വായിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകൾ ഉൾപ്പെടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ റിമാൻഡ് പ്രതി അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി ഐവിൻ ആന്റണിയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രത്യയശാസ്ത്രപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും MP പരമേശ്വരൻ അവസാനം വരെയും ഇടത് സഹയാത്രികനായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വ്യതിരിക്തമായ ഒരു നിലപാട് അദ്ദേഹം കൈക്കൊണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവസാനം വരെയും ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും പുസ്തകങ്ങളും ഇപ്പോഴും വായിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും അതൊന്നും തള്ളിക്കളയേണ്ടതല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി അതിന് സഹായം ചെയ്തിരുന്നു പറഞ്ഞു. ആ ഒരു എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ സംസാരിച്ചതെല്ലാം സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കുറേ നേരം സംസാരിക്കാൻ കഴിഞ്ഞത്. വളരെ പ്രസന്നമായിരുന്നു അന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെ. അസുഖം ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളോടെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നതെല്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ഇപ്പോഴും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. ആശയപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ CPM-ഉമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷവും അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സജീവമായിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തത്. വ്യതിരിക്തമായൊരു നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അവസാന നിമിഷം വരെ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകൾ ഉൾപ്പെടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കെ 5 ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് വയോധികയെ ഭയപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുത്തു. 6.5 പവനോളം സ്വർണവും 6,500 രൂപയും ഉൾപ്പെടെ 6.75 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് വയോധികയെ ഭയപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകൾ അറസ്റ്റിൽ. തൃശൂർ അന്തിക്കാടാണ് സംഭവം. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശിനി സുജാത, പാപ്പിനിവട്ടം സ്വദേശിനി റോജ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 6-നാണ് കേസിനാസ്പദമായ സംഭവം. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ പ്രതികൾ വീടിരിക്കുന്ന സ്ഥലത്ത് സർപ്പദോഷമുണ്ടെന്നും പരാതിക്കാരിയുടെ മകൻ 2 ദിവസത്തിനകം പാമ്പുകടിയേറ്റ് മരിക്കുമെന്നും പറഞ്ഞ് 70-കാരിയായ സ്വർണ്ണലതയെ ഭയപ്പെടുത്തി. സർപ്പകോപം തീർക്കാനായി സ്വർണം കൊണ്ട് നാഗത്തിന്റെ മുട്ടയും ശിലയും തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയത്. 6.5 പവനോളം സ്വർണവും 6,500 രൂപയുമാണ് തട്ടിയെടുത്തത്. ആകെ 6,75,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പ്രതികൾ വീട്ടിൽ നിന്ന് പോയ ശേഷമാണ് തട്ടിപ്പിന് ഇരയായതായി സ്വർണ്ണലത മനസ്സിലാക്കിയത്. തുടർന്ന് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. തട്ടിയെടുത്ത 48 ഗ്രാം സ്വർണം പ്രതികൾ വിറ്റ ചന്ദ്രാപിന്നിയിലെ ജ്വല്ലറിയിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, തൃശൂർ. ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ റിമാൻഡ് പ്രതി അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി ഐവിൻ ആന്റണിയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിൽ സഹതടവുകാരനായ മുഹമ്മദിന്റെ തോളിലെ കൈക്കുഴ തെറ്റി ഗുരുതരമായി പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി ഐവിൻ ആന്റണിയെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന അഴീക്കോട് സ്വദേശി മുഹമ്മദിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഓഗസ്റ്റ് 9 രാവിലെയാണ് സംഭവം.
അകാരണമായി അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സെല്ലിൽ വെച്ച് മുഹമ്മദിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ മുഹമ്മദിന്റെ ഇടത് തോളിലെ കൈക്കുഴ തെറ്റി ഗുരുതരമായി പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 2025 വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു മുഹമ്മദ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ചക്കേസിലാണ് ഐവിൻ ആന്റണി റിമാൻഡിലായിരുന്നത്. കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് ഐവിൻ ആന്റണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കർക്കിടക വാവിനോടനുബന്ധിച്ച് തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവ് പിതൃബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുലർച്ചെ മുതൽ 10,000 കണക്കിന് വിശ്വാസികളാണ് വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത്. കൂരിക്കുഴി ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KK ശേഖരൻ, KM വിജയൻ, പ്രതാപൻ പനക്കൽ, സന്തോഷ് കൈതവളപ്പിൽ, പ്രതാപൻ കിഴക്കേ വീട്ടിൽ, KR രഘുനാഥൻ, KK അഭിലാഷ്, KG സതീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കയ്പമംഗലം വഞ്ചിപ്പുര ഐരൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KC ദിലീപ് കുമാർ, KB ഉണ്ണികൃഷ്ണൻ, PS സജേഷ്, PK വേലായുധൻ, തമ്പി പള്ളത്ത്, KM മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ബൈജു ചന്ദ്രൻ, VK ചന്ദ്രശേഖരൻ, CK രാമു, ശിവപ്രകാശൻ, KR സത്യൻ, പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കേരള ജൈവ കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. കൂളിമുട്ടം AM UP സ്കൂളിൽ നടന്ന സംഗമം മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MC നിഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നസീമ നൌഫാൽ, കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, സംസ്ഥാന പ്രസിഡന്റ് PS ഷാജി, സ്കൂൾ മാനേജർ PM അബ്ദുൽ മജീദ്, ശിവരാമൻ തുമ്പരത്തി, ശശിധരൻ, PM ജെയിംസ്, സന്ദീപ് കുണ്ടോളി, MD സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് CK മണി ക്ലാസ് നയിച്ചു. ജില്ലയിൽ നടന്ന കോവൽ പന്തൽ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജൈവോൽപ്പന്നങ്ങളുടെ പ്രദർശന സ്റ്റാളും വിത്ത് കൈമാറ്റവും സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മാള സെന്റ് ആന്റണീസ് സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലെ ലിറ്റിൽ കൈറ്റ്സ് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പ്രീലിമിനറി ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ജെൻസി ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് മെന്റർ വിനോദ് ക്ലാസ് നയിച്ചു. റോബോട്ടിക്സ്, ആനിമേഷൻ തുടങ്ങിയ മേഖലകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ കൈറ്റ് മെന്റർമാരായ KM റജീന, ജിസ്ലേഖ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തുടർന്ന് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. കുതിരത്തടം സെന്റ് ജോൺസ് ചർച്ച് ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സ്നേഹസ്പർശം എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുതിരത്തടം പള്ളി വികാരി ഫാദർ ജീസ് പാക്രത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡിംപിൾ റീഷൻ, ഡേവിസ് മുണ്ടയ്ക്കൽ, ശാന്തി പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ക്യാമ്പ് ഓഫീസർ ജോസ് തൊമ്മാന, കാനംകുളം കൊച്ചി ദേവസി സാബു, ജോ വർഗീസ് ഡെനി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ സൗജന്യ ECG, എക്കോ പരിശോധന, രക്തപരിശോധന, ഡെന്റൽ പരിശോധന, ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനം എന്നിവ ലഭ്യമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യയശാസ്ത്രപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും MP പരമേശ്വരൻ അവസാനം വരെയും ഇടത് സഹയാത്രികനായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ ആശയങ്ങളും പുസ്തകങ്ങളും ഇപ്പോഴും വായിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകൾ ഉൾപ്പെടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ സഹതടവുകാരനെ ആക്രമിച്ച കേസിൽ റിമാൻഡ് പ്രതി അറസ്റ്റിൽ. കരിവനൂർ സ്വദേശി ഐവിൻ ആന്റണിയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.